നമ്മൾ യൂദായുടെ ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന. അതിന്റെ 6-ാമത്തെ വാക്യത്തിന്റെ അവസാനം 7-ാം വാക്യം ആദ്യം നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഒരു കാര്യം ഇങ്ങനെ ആയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാര്, വീണുപോയ ദൂതന്മാര് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചുവെന്നും സോദോം ഗോമറ അവർക്ക് സമമായ ദുർനട പാലിച്ചുവെന്നും അങ്ങനെ അന്യജടം മോഹിച്ച് പോയ ദൂതന്മാരെ ദൈവം ന്യായവിധിക്കായി അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നൊക്കെയുള്ള കാര്യം നമ്മൾ കണ്ടു. അത് ദൈവത്തിന്റെ ദൂതന്മാരാണെന്നും അല്ല മനുഷ്യർ തന്നെയാണെന്നും ഒക്കെയുള്ള ഒരു തർക്കസംഗതികൾ ഇരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് എന്താണ് ഏതാണെന്ന് കൃത്യമായി പറയാൻ ഇതുവരെ ആർക്കും വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോരുത്തർ ഓരോന്ന് വിശ്വസിക്കുന്നു. അത് നമ്മളെ ആര് തന്നെ ആയിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ അത് സാരമായി ബാധിക്കുന്ന വിഷയമല്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആ കാര്യം പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അത് ഈ യൂദാ ലേഖനത്തിൽ യൂദാ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യമായി നമ്മൾ ചിന്തിച്ചത്. നമ്മൾ 7-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ഞാൻ വായിക്കുന്നു. 7-ാമത്തെ വാക്യം ആദ്യം മുതൽ വായിക്കുന്നു. 2-ാമത്തെ ഭാഗം പോലാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ളത്. അത് ഞാൻ 7-ാമത്തെ വാക്യത്തിന്റെ ആദ്യം മുതൽ വായിക്കുന്നു. അതുപോലെ സോദോമും ഗോമറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അപ്പൊ ഈ സോദോമും ഗോമറയും ഒരു ദൃഷ്ടാന്തമായിട്ട് ആണ് കിടക്കുന്നത്. ഒരു ദൃഷ്ടാന്തമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ശക്തമായ, നമുക്ക് വളരെ പ്രബലമായ ഒരു ദൃഷ്ടാന്തം കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്, നമ്മൾ കാണിക്കുന്നുണ്ട്. അത് ഇതായിരുന്നു. ഇസ്രായേലിൽ വിളിക്കപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ നടന്ന് കനാനിൽ എത്തുന്നതിന് പകരം അവർ മരുഭൂമിയിൽ പട്ടുപോയി. മിസ്രയീമിൽ നിന്ന് വിളിക്കപ്പെട്ടതും 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളതുമായ എണ്ണപ്പെട്ടതുമായ ആരും 2 പേർ ഒഴികെ ആരും കനാനിൽ പ്രവേശിച്ചില്ല എന്നുള്ള സത്യം നമുക്കറിയാം. എന്നാൽ കനാനിൽ അനവധി ആളുകൾ പ്രവേശിച്ചു ഇസ്രായേലിൽ. പക്ഷെ ആ പ്രവേശിച്ചവര് മോശ എണ്ണമെടുത്തപ്പം ആ എണ്ണത്തിൽപ്പെട്ടവരാരും കനാനിൽ പ്രവേശിച്ചില്ല എന്നുള്ളതാണ് അതിന് വസ്തുത. 2 പേർ, കാലേബ് യോശുവ 2 പേർ ഒഴികെ ആരും മോശ അന്ന് എണ്ണിയതിൽ, കണക്കെടുത്തതിൽ, അവിടെ നിന്ന് പുറപ്പെട്ടതിൽ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരും പ്രവേശിച്ചില്ല, 2 പേർ ഒഴികെ. അപ്പൊ ഇത് ഒരു ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തം അവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു ലോക അവസാനത്തിൽ വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ കാര്യം കണ്ടിട്ട് നമ്മളൊരു ബുദ്ധി പഠിക്കണം. ആ കാര്യം മോശ മുഖാന്തരം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടവര്, പെസഹ ആചരിച്ചവര്, ചോരത്തളി ആചരിച്ചവര്, സ്നാനപ്പെട്ടവര്, അഥവാ ചെങ്കടൽ കടന്നവര്, അഥവാ ഇന്ന് സ്നാനപ്പെട്ടവര്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവര്, അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റവര്, ദൈവവചനം ദിവസം തോറും ഭക്ഷിക്കുന്നവര്, അഥവാ അന്ന് അവർ മന്ന എല്ലാ ദിവസവും ഭക്ഷിച്ചവര്, പാറയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം കുടിച്ചവര്, ഇങ്ങനെ ദൈവത്താൽ നടത്തപ്പെട്ടവർ അവരാരും കനാനിലെത്തിയില്ല, അവർ മരുഭൂമിയിൽ പട്ടുപോയി. ഇത് നമുക്ക് ഒരു ബുദ്ധിപ്രദേശനായിട്ട് എഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതിനെല്ലാമുള്ള സാധ്യതയുണ്ട്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട്, അഥവാ യേശുക്രിസ്തു മുഖാന്തരം നാം നീതീകരിക്കപ്പെട്ടു, ഒരിക്കൽ അത് സംഭവിച്ചു എന്നതുകൊണ്ട് അത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വരെയുള്ള ഒരു പെർമനന്റ് പെർമിഷനാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ സംഭവിച്ചു, നമുക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളും രക്ഷിക്കപ്പെട്ടവര്, സ്നാനപ്പെട്ടവര്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉള്ളവര്, ദിവസം തോറും ദൈവവചനം കേൾക്കുന്നവര്, ധ്യാനിക്കുന്നവര്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവ രാജ്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉണർത്തിക്കലാണ്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്ന ലേഖനത്തിൽ തരുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു ഇത് ദൃഷ്ടാന്തമായിട്ട് കിടക്കുന്ന ഈ സോദോമും ഗോമറയും ഒരു ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിലാണ് ഈ സംഭവം നമ്മൾ കാണുന്നത്. അവിടെ ദുഷ്ടത, സൊദോം ഗോമറ, ഈ പട്ടണങ്ങളിലുള്ള മനുഷ്യരുടെ ദുഷ്ടത വലിയതായിരുന്നു. അവരുടെ ദുഷ്ടത ആകാശത്തോളം എത്തിയ വലിയ ദുഷ്ടതയായിരുന്നു. അത്രയ്ക്ക് ദുഷ്ടന്മാരായിപ്പോയി. അവര് ന്യായപ്രമാണം ഉള്ളവരായിരുന്നു. അപ്പോൾ അവിടെ അവർ പറയുന്ന കാര്യം, നമ്മളോട് പറയുന്ന കാര്യം, അല്ലെങ്കിൽ അവർ മുഖാന്തരം ദൈവം നമ്മളോട് പറയുന്ന കാര്യം, ദൈവത്തിന്റെ വചനം പ്രമാണിക്കാതെ ആര് ജീവിച്ചാലും അതിന്റെ അവസാനം ചുട്ടുകളയത്രേ എന്ന് എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, അങ്ങനെ ആര് ജീവിച്ചാലും, ദൈവപ്രമാണം അനുസരിക്കാതെ ജീവിക്കുന്നവരാര് തന്നെ ആയിരുന്നാലും അവരുടെ അവസാനം ഇതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ആ മനുഷ്യരുടെ അവസാനവും. അത് മാത്രമല്ല, അവർ താമസിച്ചിരുന്ന ആ ഭൂമിയുടെ അവസ്ഥയും ഇത് തന്നെ ആയിപ്പോകും എന്നുള്ള ദൃഷ്ടാന്തമാണ് കൂടെ കാണിക്കുന്നത്. മനുഷ്യർ മാത്രമല്ല, ഭൂമി ഇങ്ങനെ ആയിപ്പോകും. അവിടെ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്തിറങ്ങി ആ ഭൂമി മുഴുവൻ നശിച്ചു പോയി. നീണ്ട കാലങ്ങളായിട്ട് അവിടെ പുല്ലുപോലും മുളയ്ക്കാത്ത അവസ്ഥയിൽ ഗന്ധകവും ഉപ്പും അവിടെ കിടക്കുന്നു എന്നൊക്കെ നമ്മൾ ദൈവജനത്തിൽ ഗ്രഹിക്കാൻ വായിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്നാല് കർത്താവ് യേശു ക്രിസ്തു വന്ന് പ്രസംഗിച്ച് നടന്നപ്പോ യേശു ഇതിനെക്കുറിച്ച് പരാമർശം നടത്തുകയുണ്ടായി. മത്തായി സുവിശേഷം 21 അധ്യായത്തിൽ ആണ്, മത്തായി സുവിശേഷം 11 അധ്യായത്തിന്റെ 21 വാക്യമാണ്. അവിടെ യേശു പറയുന്നു, കഫർനഹൂം എന്ന പട്ടണത്തെ കുറിച്ച് പരാമർശിച്ചിട്ടാണ് യേശു പറയുന്നത്, കഫർനഹൂം, നീ ആകാശത്തോളം ഉയർന്നിരിക്കുന്നു, നീ പാതാളത്തോളം താണുപോകും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ന്യായവിധി നാളിൽ സോദോമിനും ഗോമറയ്ക്കും നിന്നേക്കാൾ സഹിക്കാവതാകും എന്ന് യേശു പറയുണ്ടായി. അപ്പൊ യേശു സോദോമിനെയും ഗോമറയെ കുറിച്ച് അവിടെ യേശുവിന്റെ പ്രസംഗത്തിൽ യേശു സുവിശേഷം അറിയിച്ച സമയത്ത് ഈ സോദോം ഗോമറയെ കുറിച്ച് പറയുണ്ടായി. അത് പറഞ്ഞത് യേശു ക്രിസ്തു പ്രസംഗിച്ച് ദൈവവചനം പ്രഘോഷിച്ച് നടന്ന ആ സ്ഥലങ്ങൾ, അഥവാ യേശു ക്രിസ്തുവോടെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിരുന്നു, അടയാളങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ അവരാരും മാനസാന്തരപ്പെട്ടില്ല. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ, ദൈവം അത് പ്രവർത്തിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇത് കണ്ട് ആളുകള് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയല്ല, അതിൽ കൂടെ ദൈവത്തിന്റെ മനുഷ്യൻ ഇത് കണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കാനും മാനസാന്തരപ്പെട്ട് ദൈവ വിഭാഗത്തേക്ക് ഒന്നുകൂടെ അടുത്ത് വരാനും വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്. എന്നാൽ അത് സംഭവിച്ചില്ല. യേശുവിന്റെ കാലത്ത് യേശുക്രിസ്തു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു, അവിടെ വീര്യപ്രവൃത്തികൾ ചെയ്തു. പക്ഷെ എന്നിട്ട് യേശു പറയുന്നു, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീതോളിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ രക്ഷെടുത്ത് മാനസാന്തരപ്പെടുമായിരുന്നു എന്ന് പറയുണ്ടായി. അപ്പോ ഈ സോദോമിനും ഗോമറയ്ക്കും അത് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇനി ഈ ലോകത്തിൽ സംഭവിക്കാനുള്ള കാര്യം എന്താണ്, പാപത്തെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, പാപികളെ ദൈവം എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് എന്നെല്ലാം ഉള്ള ഒരു കാര്യം അതിൽ നിന്ന് നാം ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം അപ്പോസ്തലൻ പത്രോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയുണ്ടായി, ഈ ലോകവും അത് തീക്കാട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ്. അതിന്റെ മൂലപദാർത്ഥങ്ങൾ വെന്തുപോകും, കത്തി അഴിഞ്ഞു പോകും. ആൽബർട്ട് ഐൻസ്റ്റീന്റെ കാലം വരെ അല്ലെങ്കിൽ ആറ്റം വിഘടിപ്പിക്കാൻ കഴിയത്തില്ല ആറ്റത്തെ എന്നുള്ള കണ്ടെത്തലായിരുന്നു ശാസ്ത്രജ്ഞന്മാര് നടത്തിയിരുന്നത്. എന്നാൽ ഈ ആറ്റം ബോംബ് അവിടെ വീണ് ആറ്റം ബോംബ് പൊട്ടുന്നത് വരെ ലോകം അങ്ങനെയാണ് കരുതിയിരുന്നത്. ഈ ആറ്റം ഏത് വസ്തുവിന്റെയും ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിള്, ഏറ്റവും അതിസൂക്ഷ്മമായ ഏറ്റവും ചെറിയ ഒരു ആണല്ലോ ആറ്റം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അത് വിഘടിപ്പിക്കാൻ കഴിയത്തില്ല എന്നാണ് ലോകം ധരിച്ചിരുന്നത്. എന്നാൽ അത് വിഘടിച്ചാൽ ഭയാനകമായ ചൂടാണ് ഉണ്ടാകുന്നത്. എന്നാൽ കേവലം ഒരു
മുക്കുവനായി ജീവിച്ച യേശുവിന്റെ ശിഷ്യനായി തീർന്ന പത്രോസ് ഏകദേശം 2000-ഓളം വർഷത്തിനപ്പുറം തന്റെ ലേഖനത്തിൽ എഴുതി ഈ ആറ്റം വിഭജിക്കപ്പെടുമെന്ന്. ആറ്റം വിഭജിക്കപ്പെട്ടാൽ അത് ഭയങ്കര ചൂടായിരിക്കും എന്നാണ് താൻ എഴുതി വെച്ചിരിക്കുന്നത്. ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും വെന്തുരുവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ മൂലപദാർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിളാണ്, അത് ആറ്റമാണ്. അപ്പോ ഇവർക്ക് സൊദോമും ഗൊമോറയ്ക്കും അവിടുത്തെ ജനങ്ങൾ നശിച്ചു പോയി, ആ ഭൂമി ഇങ്ങനെ പാഴായി ഒരുമാതിരി ആയിപ്പോയി. പക്ഷെ ഇത് പെർമനന്റ് ആയിട്ട് ഇനി അതിന് ശിക്ഷയില്ല എന്നല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ഒരു ദൃഷ്ടാന്തത്തിന് വേണ്ടി ദൈവം ചെയ്തതാണ്. ഈ മുഴു ലോകത്തിനും ദൈവത്തെ അനുസരിക്കാത്ത പാപികൾക്കും ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് സൊദോമും ഗൊമോറയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ സൊദോമും ഗൊമോറയും അങ്ങനെ നശിച്ചു പോയി എന്ന സത്യമായിരിക്കെ അതിൽ നിന്നൊരു ചെറിയ കൂട്ടം, ഒരു കുടുംബം, ദൈവം ആ ഒരു കുടുംബത്തെ അത്ഭുതകരമായി ആ സൊദോമിൽ നിന്ന് വിടുവിച്ചു. അത് നമുക്കറിയാം, ലോത്തും കുടുംബവും. ഈ നാശത്തിൽ അകപ്പെടാതെ വണ്ണം ലോത്തും കുടുംബവും വിടുവിക്കപ്പെട്ടു. ഏത് കാലത്തും ദൈവത്തിന്റെ ജനത്തെ ദൈവം അയക്കുന്ന മഹാമാരിയിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഒരു ദൃഷ്ടാന്തമാണ്. ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നതിന്റെ മുൻപ് തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടവർ, ദൈവത്തിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവർ അതിലകപ്പെടാതെ വണ്ണം ദൈവം കരുതിക്കൊള്ളും, സൂക്ഷിച്ചുകൊള്ളും എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ഈ ലോത്തിനെ ദൈവം വിടുവിച്ചപ്പം ലോത്തിനോട് 3 കണ്ടീഷൻ പറഞ്ഞായിരുന്നു. ലോത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതുണ്ടായിപ്പോയി, നമുക്കറിയാം. എന്നാൽ ലോത്തിന്റെ പെൺമക്കളെ കല്യാണം കഴിക്കാനുള്ള ആൺമക്കളോട് ലോത്ത് ഈ കാര്യം പറഞ്ഞപ്പം ഈ ലോത്ത് കളി പറയുന്നതാണെന്നാണ് അവര് പറഞ്ഞത്. കളി പറയുക. ഇവര് അവിടെ നിന്ന് വിടുവിക്കപ്പെടാൻ ഇറങ്ങിപ്പോകാൻ ആ പട്ടണം വിടാൻ താമസിച്ചപ്പം ദൈവത്തിന്റെ ദൂതന്മാര് തന്നെ അവരുടെ കൈക്ക് പിടിച്ച് വളരെ വേഗത്തിൽ അവരെ ആ പട്ടണത്തിന് പുറത്താക്കി. എന്നിട്ട് 3 കണ്ടീഷൻ അവരോട് പറഞ്ഞായിരുന്നു. ഒന്നാമത്തെ വ്യവസ്ഥ, ദൈവം അവരോട് പറഞ്ഞത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പിന്നെ പറഞ്ഞു, നിങ്ങൾ ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോകണം. ഒരു പർവ്വതം കാണിച്ചിട്ട് പറഞ്ഞു, ആ പർവ്വതത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോകണം. എന്നാ അവര് സംഭവിച്ച കാര്യം ഇതേ കാര്യം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിലെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, പിൻപിൽ ഉള്ളതിനെ മറന്ന്, എന്നുവെച്ചാൽ ഈ സൊദോം. പൗലോസ് സൊദോം മറന്നു എന്നല്ല ഞാൻ പറഞ്ഞൊരു താല്പര്യം. എന്താണോ പിൻപിലുള്ളത്, ആ പിൻപിലുള്ളതിനെ ലോത്തിനോട് ദൈവം പറഞ്ഞിരുന്നത് പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോണം, ഈ പ്രദേശം എങ്ങും നിൽക്കരുത്. അപ്പൊ തന്നെ പൗലോസ് പറയുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഈ ലോകവും ഈ ഭൂമി, ഈ സംവിധാനങ്ങള്, മനുഷ്യന്റെ കൈവേലകള്, കൈപ്പണികള്, പാപികള്, ഇതെല്ലാം ഒരു തീക്കാട്ട് സൂക്ഷിച്ചിരിക്കുക. അതിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പ് ഉണ്ട്. അവര് ഈ ഭൂമിയിൽ നിന്ന് ഈ അനർത്ഥത്തിൽ പെടാതെ വണ്ണം ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സൂക്ഷിക്കും. ദൈവം അവരെ ഈ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കും. അപ്പൊ അങ്ങനെ വിടുവിക്കപ്പെട്ട ഒരു കുടുംബത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. സൊദോമിൽ ഗൊമോറ എന്ന് വിടുവിക്കപ്പെട്ടു. എന്നാൽ ഇതൊരു ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഒരു ദൃഷ്ടാന്തമായി മേലാൽ സംഭവിക്കാനുള്ള ഇതിങ്ങനെയാണ് എന്നാണ് ബുദ്ധി ഉള്ള ഏത് മനുഷ്യനും ഗ്രഹിക്കത്തക്ക രീതിയിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് ദൈവം വെച്ചിരിക്കുന്നു. അതിന്റെ 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 8ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു.
അങ്ങനെ തന്നെ ഇവരും സ്വപ്ന അവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇന്നലെ നമ്മൾ ചിന്തിച്ചായിരുന്നു, ഇവർ എന്നും നിങ്ങൾ എന്നും രണ്ട് വിഭാഗമായിട്ട് ഈ യൂത ആളുകളെ തിരിക്കുന്നുണ്ട്. ഇതിനകത്ത് അവർ ഈ കത്ത് വായിക്കുന്ന അല്ലെങ്കിൽ ഈ ലേഖനം വായിക്കുന്ന ആളുകളെ പരാമർശിക്കുന്ന നിങ്ങൾ എന്നാണ്. എന്നാൽ ഈ ആരെക്കുറിച്ചാണോ മുന്നറിയിപ്പ് പോലെ ഇത് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അവരെ പറയുന്നത് അവർ എന്നാണ്. അവരെന്നും ഇവരെന്നും പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടരുമുണ്ട്. അതില് നിങ്ങൾ എന്ന് പറയുന്നത് ഈ അവരെന്നോ ഇവരെന്നോ ഉള്ള പരാമർശത്തിൽ പെടാത്തവരാണ്. അപ്പോൾ ഇവിടെ 8ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അങ്ങനെ ഇവരും ഈ ഇവരെന്ന് പറയുന്നവരാണ് നമ്മൾ ഇന്നലെ കണ്ടു. ഇവര് നുഴഞ്ഞു വന്നവരാണ് സഭയിലേക്ക്. ഇവർ നേരാവിധത്തിൽ വന്നവരല്ല, ഇവർ നുഴഞ്ഞു കയറി വന്നവരാണ്. ആ നുഴഞ്ഞു കയറി വന്നവര് വന്ന് അവര് പരാമർശിക്കുന്ന കാര്യം, അവർ പറയുന്ന കാര്യം, അവര് അവിടെ പരസ്യപ്പെടുത്തുന്ന കാര്യം, അവര് യേശു ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ്. അതുകൊണ്ടാണ് യൂദ പറയുന്നത്, വിശ്വാസത്തിന് വേണ്ടിയാണ് പോരാടാൻ വേണ്ടി ഞാനിത് എഴുതുന്നത്. അപ്പോൾ ഈ യേശു ക്രിസ്തുവിന്റെ പ്രമാണങ്ങളും അല്ലെങ്കിൽ പ്രവൃത്തിയാലുള്ള കാര്യവും അല്ലെങ്കിൽ ന്യായപ്രമാണത്താലുള്ള കാര്യവും വിശ്വാസത്താലുള്ള നീതീകരണം തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. രാത്രി പകൽ എന്ന പറഞ്ഞ വ്യത്യാസമുണ്ട്. ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ഒരു അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു വിശ്വാസ നീതീകരണം. അപ്പൊ ഇവിടെ നുഴഞ്ഞു വന്നവര് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അവര് അവിടെ ശ്രമിക്കുന്ന കാര്യം വിശ്വാസത്താൽ അല്ല, നേരെ മറിച്ച് യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, യേശുക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് അഭക്തരായി ജീവിക്കുന്ന ഒരു കൂട്ടമാണ് നുഴഞ്ഞു വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ നാശം പണ്ട് തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 8ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഇവർ എന്ന് പറഞ്ഞിട്ട്, ഇവര് അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി. ഈ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. നമ്മളൊക്കെ, ഞാനും സഹോദരിമാരും നിങ്ങളും നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ ഏതെങ്കിലും സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. ചിലര് പട്ടി കടിക്കാൻ ഓടിക്കുന്നത്, അല്ലെങ്കിൽ ആന വരുന്നത്, അല്ലെങ്കിൽ പാമ്പ് കടിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ വലിയ അങ്ങനെ നല്ല കാര്യം, ലോട്ടറി അടിക്കുന്ന കാര്യം, അല്ലെ പരീക്ഷ ജയിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുന്ന കാര്യം, അല്ലെ വലിയ വീട്, അല്ലെ വലിയ വണ്ടി, ഇതൊക്കെ സ്വപ്നം കാണാറുണ്ട്. യഥാർത്ഥത്തിൽ സ്വപ്നം കാണുമ്പം അത് സ്വപ്നമാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്കില്ല. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇത് കാണുന്നത്. എന്ന് വെച്ചാൽ ബോധമില്ലാത്ത അവസ്ഥയുമല്ല, ശരിയായ സുബോധമുള്ളതുമായ അവസ്ഥയല്ല. ഇതിന് രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള മധ്യത്തിലുള്ള ഒരു മൈൻഡിലാണ് നമ്മൾ ഈ സ്വപ്നം കാണുന്നത്. അപ്പൊ ഈ സ്വപ്നം കാണുമ്പം ഇത് സ്വപ്നമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല. ആ തിരിച്ചറിവ് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരണം. നമ്മൾ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ നമുക്കൊരു കാര്യം ഗ്രഹിക്കാൻ കഴിയും, അയ്യോ ഞാനിത് കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന് കുറച്ച് കാലങ്ങളെ ദൈർഘ്യമുള്ളൂ. അത് കഴിയുമ്പോൾ റിയൽ ആയിട്ടുള്ള കാര്യം എന്താണോ അത് വെളിപ്പെടാൻ, അത് ആ ബോധത്തിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇവരുടെ സ്ഥിതി ഇവര് സ്വപ്നാവസ്ഥയിലാണ്. സ്വപ്നാവസ്ഥയിൽ ആയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങൾ കാണുന്നത് സ്വപ്നമാണ് എന്ന് ഉള്ള തിരിച്ചറിവ് പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇത് കോൺഷ്യസ് മൈൻഡ്, പൂർണ്ണമായ ഒരു മൈൻഡിലല്ല ഇത് കാണുന്നത്, പൂർണ്ണമായ ബുദ്ധിയിലല്ല കാണുന്നത്. നേരെ മറിച്ച് ഇത് രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള അബോധമല്ല, സുബോധമല്ല, ഇത് രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള ഒരു അവസ്ഥയിലാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് ഇതിനെ വേർതിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് ക്രിസ്തീയ ജീവിതത്തിലും ഇത് സംഭവിക്കാനുള്ള
101% സാധ്യതയുണ്ട് എന്നുള്ള സത്യം നമ്മൾ ഗ്രഹിക്കണം. കാരണം നമ്മൾ എല്ലാവരും ഒരുപക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ്, ഉപവാസത്തിന് സംബന്ധിക്കുന്നവരാണ്. ഇങ്ങനെയെല്ലാം അനേക കാര്യങ്ങൾ നമുക്ക് അവകാശപ്പെടാനുണ്ടാവും. എന്നിട്ട് നമ്മുടെ ധാരണ നമ്മൾ ദൈവരാജ്യത്തിലേക്കാണ് നമ്മുടെ യാത്ര തുടരുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഇതെല്ലാം വേണ്ട കാര്യമാണ്. ഉപവാസം വേണം, പ്രാർത്ഥന വേണം, കൂട്ടായ്മയ്ക്ക് പോകണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. ഇതെല്ലാം നിർബന്ധമായ കാര്യങ്ങളാണ്. എന്നാൽ അതിൽ തന്നെ ദൈവത്തിന്റെ പൂർണ്ണമായ ഇഷ്ടത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അതിൽ തന്നെ യാതൊരു പ്രയോജനവും ഉള്ള കാര്യങ്ങൾ അല്ലതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ, സ്വപ്നാവസ്ഥയിൽ നമ്മൾ ആയിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇവര് ഇങ്ങനെ സ്വപ്നാവസ്ഥയില്ല. സ്വപ്നമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ ഉണർന്നാലേ കഴിയത്തുള്ളൂ. ആ സ്വപ്നത്തിൽ ഉണരണം. ആ സ്വപ്നാവസ്ഥയിലായിട്ട് ഇവർ ചെയ്യുന്നത്, സ്വപ്നാവസ്ഥയിലായി അവര് ജഡത്തെ ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഏതോ ഒരു ഗ്രൂപ്പ് ഇന്ന സഭയാണെന്നും ഇവിടെ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് ഇത് വായനക്കാർക്കും ഇത് വായിക്കുന്ന ഏത് വിശ്വാസികൾക്കും അല്ലെ ഏത് സഭയ്ക്കും ഇത് ഒരു ചിന്തിക്കേണ്ട കാര്യവും മനസ്സിലാക്കേണ്ട കാര്യവുമാണ്. ഇന്ന സഭയ്ക്ക് എന്നുള്ള പ്രത്യേകത ഇതിനകത്തില്ല. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവര് ചെയ്യുന്ന കാര്യം, അവര് സ്വപ്നാവസ്ഥയിലായിട്ട് കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക. കർത്തൃത്വം എന്ന് പറഞ്ഞാല് എല്ലാ കർത്തൃത്വങ്ങളും കർത്താവ് യേശുക്രിസ്തു മുഖാന്തരമാണ്. എല്ലാ വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും എല്ലാം യേശുക്രിസ്തുവിന്റെ കീഴിലാണ് ഉള്ളത്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ കീഴിലായിരിക്കുന്ന കർത്തൃത്വത്തിന്റെ കീഴിലുള്ള ഒരു കർത്തൃത്വമാണ് ലോക്കൽ ചർച്ചുകളിലും ഉള്ളത്, പ്രാദേശിക സഭകളിൽ ഉള്ളത്. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴടങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആ സഭയുടെ നടത്തിപ്പുകാരുണ്ട്, എല്ലാ സഭയ്ക്കുണ്ട്. ആ കർത്തൃത്വത്തെ ഇവര് ഈ സ്വപ്നാവസ്ഥയിലായി നുഴഞ്ഞു കയറി വന്ന ഇവര് കർത്തൃത്വത്തെ നിന്ദിക്കുകയും പിന്നെ ചെയ്യുന്ന കാര്യം കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയാണ് എന്ന് വെച്ചാൽ അതിന്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ചിന്തിക്കാൻ ഇവിടെ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. കർത്തൃത്വത്തെ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്താൽ ആക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥിതിയെ, ആ ദൈവത്താൽ ആക്കപ്പെട്ടിരിക്കുന്ന ആ വ്യവസ്ഥിതിയെ ഗവേൺ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന, ഭരിക്കുന്ന ആ വ്യക്തികളോ അല്ലെങ്കിൽ അതൊരു ബോഡി ആയിരിക്കാം, ഒരു ഏക വ്യക്തി ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഉള്ള ആ കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്ന ഒരു കൂട്ടര് നുഴഞ്ഞു വന്നവര്, അവർ യേശുക്രിസ്തുവിനെ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാത്തവർ. അവര് ഇത് സ്വപ്നാവസ്ഥയിലായിട്ട് ഇത് ചെയ്യുന്നു. ഇനി അതിന്റെ അടുത്ത ഭാഗം വായിക്കുമ്പോൾ മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ 9 വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോ മോശ മരിച്ചത് നമുക്കറിയാം. മോശ കനാലിലെത്തിയില്ല. മോശ മരിച്ചത് പിസ്ക നെബോ പർവ്വതത്തിലുള്ള പിസ്ക കൊടുമുടിയിലെ മുകളിൽ ദൈവം മോശയെ കയറ്റി. മോശയോട് പറഞ്ഞു, പിസ്ക കൊടുമുടിയുടെ മുകളിൽ നിന്നുകൊണ്ട് മോശയോട് പറഞ്ഞു, മോശെ, നീ ഈ ഇസ്രായേൽ ജനങ്ങൾക്ക് അഥവാ ഇസ്രായേലിലെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ഞാൻ അവർക്ക് പ്രോമിസ് ചെയ്ത കൊടുക്കാമെന്ന് പറഞ്ഞില്ല സ്ഥലം ഇതാണ്, നീ അത് നോക്കിക്കാണുക. നീ അതിൽ കടക്കത്തില്ല. നീ ഈ സ്ഥലം കണ്ടു. പിസ്ക കൊടുമുടിയുടെ മുകളിൽ നിന്ന് മോശ ഈ സ്ഥലം നോക്കി കണ്ടു. ആ സ്ഥലം എല്ലാം നോക്കി കണ്ടു.
തനിക്ക് അതിനകത്ത് കടക്കാൻ യാതൊരു നിവൃത്തിയിൽ കടക്കാൻ പറ്റത്തില്ല എന്ന് ദൈവം പറയുകയും ചെയ്തു. മോശ അവിടെ വെച്ച് മരിച്ചു. മോശെ മനുഷ്യരാരുമല്ല, ദൈവം തന്നെയാണ് മോശ അടക്കിയത്. അപ്പൊ നമ്മുടെ പുറപ്പാട് പുസ്തകം ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടില്ല. മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് തർക്കിച്ചു വാദിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ യൂദാ പറയുന്നു. മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് തർക്കിച്ച് വാദിക്കുമ്പോൾ ആ മോശയുടെ ശരീരം മറവ് ചെയ്യുന്ന ദൈവത്തിന്റെ ദൂതന്മാര് ഒരു ദൂഷണവിധി പോലും പിശാചിനോട് ഉച്ചരിക്കാതെ ദൈവം അല്ലെങ്കിൽ അവര് ഒരു ദൂഷണവിധി ഉച്ചരിക്കാതെ ഈ കർത്താവ് നിന്നെ മത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ദൈവത്തിന്റെ ശക്തിയുള്ള ദൂതൻ പോലും പിശാചിനോട് പോലും പറഞ്ഞത് ഒരു ദൂഷണവിധിയും ആ ദൂതൻ പിശാചിനോട് പറഞ്ഞില്ല. നേരെ മറിച്ച് പറഞ്ഞ് കർത്താവ് നിന്നെ ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഭാഗം വായിക്കുന്നു. ഇവരോ തങ്ങൾ അറിയാത്തതിനെല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർക്ക് അയ്യോ കഷ്ടം. ഈ നമ്മള് സുവിശേഷങ്ങൾ വായിക്കുമ്പം പല സ്ഥലത്തും യേശു ക്രിസ്തു അയ്യോ കഷ്ടം എന്ന് ആവർത്തിച്ച് പറയുന്നതാണ് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യൂദായും അതേ വാക്ക് പറയുന്നു. അവർക്ക് അയ്യോ കഷ്ടം. എന്താണ് അവരുടെ കഷ്ടത്തിന്റെ കാരണം? അവരുടെ കഷ്ടത്തിന്റെ കാരണം പറയുന്നു, അവർ കായീന്റെ വഴിയിൽ നടക്കുകയും. ഒന്നാമത്തെ കാര്യം, അവർ കായീന്റെ വഴിയിലേ നടക്കുന്നത്. ഈ കായീന്റെ വഴിക്ക് എന്താ പ്രത്യേകത? ഈ കായീന്റെ വഴിയുടെ പ്രത്യേകത സഹോദരനെ തീരെ മൈൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല, സഹോദരന് ഒരു ഉയർച്ച വരുവാണെങ്കിൽ, ഞാൻ ആത്മീയമായ കാര്യം ഉദ്ദേശിക്കുന്നത്, സഹോദരന് ആത്മീയമായി ഒരു ഉന്നതി വരുവാണെങ്കിൽ ഇവനത് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് കായീന്റെ പ്രശ്നം. കായീനോട് ദൈവം പറഞ്ഞായിരുന്നു, കായീനെ പാപം നിന്റെ വാതിൽക്ക് കിടപ്പുണ്ട്, നീ അതിനെ കീഴടക്കണം. പക്ഷെ കായീൻ അത് മൈൻഡ് ചെയ്തില്ല. നേരെ മറിച്ച് ദൈവം തന്റെ ഇളയ സഹോദരനായ ഹാബേലിൽ ദൈവം പ്രസാദിച്ചു എന്ന് കണ്ടപ്പം കായീന് പ്രശ്നമായി, കായീന് പ്രയാസമായി. ഇങ്ങനെയുള്ള അനേക സഹോദരന്മാര് ഇന്നും സഭകളിൽ പോലും ഉണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം അവര് സഹോദരന്റെ ഉയർച്ചയിലല്ല അവർക്ക് താല്പര്യം. ആത്മീയമായ ഒരു സഹോദരൻ ഉന്നതിയിൽ വരുന്നു എന്നുള്ളത് അവർ സഹിക്കാൻ പറ്റാത്ത കാര്യം. നിങ്ങൾക്കും എനിക്കും ഒക്കെ ഈ കാര്യം വിശദീകരിക്കാതെ അറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. അത് എല്ലാ കൂട്ടായ്മകളിലും അല്ലെ എല്ലാ സഭകൾ എന്ന് പറയാൻ ഒരു പരിധി വരെ പറ്റത്തില്ല, എല്ലാ ഗ്യാതറിംഗ് കൂട്ടങ്ങളിലും ഈ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഒരാള് തന്നെക്കാൾ ആത്മീയമായിട്ട് ഉന്നതികളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ, ആ സഹോദരനെ ചവിട്ടി താക്കാൻ വേണ്ടി ഈ മുമ്പിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ മനുഷ്യൻ ചെയ്യാറുണ്ട്. എല്ലാ സംഘടനകളിലും, നമ്മൾ രാഷ്ട്രീയത്തിലും മതത്തിലും രണ്ട് ഭാഗത്തും നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവര് ചെയ്യുന്ന കാര്യം, 9ാമത്തെ വാക്യം നമ്മൾ വായിച്ചപ്പോൾ കണ്ട കാര്യം, അവര് ചെയ്ത കാര്യം അവർക്ക് അയ്യോ കഷ്ടം. അവർ കായീന്റെ വഴി നടക്കുകയാണ്. കായീന്റെ വഴി എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വഴിയല്ല, സഹോദരനെ പകയ്ക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന വഴി കായീന്റെ വഴിയാണ്. കായീന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ? താല്പര്യവും ഇല്ല. കാരണം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ദൈവം കായീനോട് പറഞ്ഞായിരുന്നു, പാവം നിന്റെ വാതിൽക്കൽ കിടപ്പുണ്ട്, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെ കീഴടങ്ങും. പക്ഷെ അതിന് കായീൻ തുനിയാതെ സഹോദരന്റെ ആ ഓഫറിങ്ങിൽ ദൈവം പ്രസാദിച്ചു എന്ന് കണ്ടപ്പോൾ കായീന്റെ മുഖഭാവം മാറി. കായീന് അത് പ്രശ്നമായി. അങ്ങനെ കായീൻ ഹാബേലിനെ ഇല്ലായ്മ ചെയ്തു, കൊന്നുകളഞ്ഞു, തകർത്തു, കൊന്നുകളഞ്ഞു. അപ്പൊ യേശുക്രിസ്തു അതുകൊണ്ട് തന്നെ പറഞ്ഞത്, ഈ കൊല ചെയ്യുന്നതിനെ കുറിച്ച് യേശു കർത്താവ് പഠിപ്പിച്ചത്, കൊല ചെയ്യരുത്, ന്യായപ്രമാണം നിങ്ങളോട് പറയുന്നുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ ഒക്കെയും കൊലപാതകനാണ്. അപ്പോൾ ഇവിടാണ് അതിന്റെ യഥാർത്ഥ കാര്യം കിടക്കുന്നത്. ഈ
കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കോപിച്ചു. ഈ കോപിച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് കൊലപാതകം നടന്നത്. അപ്പൊ ഈ കൊലപാതകത്തിന്റെ റൂട്ട് കോസ്, അതിന്റെ മൂല കാരണം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊലപാതകം തന്നെയല്ല, നേരെ മറിച്ച് കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം കോപമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൊലപാതകത്തിന്റെ ആ മൂല തായ്വേരെന്ന് പറയുന്നത് കോപമാണ്. അതുകൊണ്ടാണ് യേശു കോപത്തെ നഖശിഖാന്തം എതിർത്തത്. യേശു പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ഒക്കെയും കൊലപാതകനാണ്. അപ്പോ അങ്ങനെ ഈ കായിന്റെ വഴിയിൽ നടക്കുന്നവരാണ് ഈ നുഴഞ്ഞു കയറി വന്നിരിക്കുന്നവർ. അവർക്ക് നേരിട്ട് കൊല്ലാൻ ഇപ്പം പറ്റാത്തത് കൊണ്ട് നേരിട്ട് കൊല്ലാൻ പറ്റത്തില്ല. പക്ഷെ ഏതെങ്കിലും വിധത്തിൽ വേറൊരു സഹോദരനെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കുന്നതാണ്. എന്നാൽ അവര് ആ ദൈവപ്രമാണം അനുസരിച്ച് പാപത്തെ കാൽക്കീഴി മതിച്ച് കളഞ്ഞിട്ട് അവരതിന് ആ പ്രവൃത്തിയിൽ അവർ തുടരാതെ, ദൈവത്തെ പ്രസാദിപ്പിക്കാതെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനുള്ള താല്പര്യം, അത് നമ്മൾ ദൈവവചനത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമങ്ങൾ പുതിയ നിയമം മത്തായി സുവിശേഷം മുതൽ പഠിക്കുമ്പം എന്തിനേറെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പോലും യഹൂദന്മാർ കൊന്നുകളയാനുള്ള കാരണം വേറൊന്നുമായിരുന്നില്ല. യേശുക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി യഹൂദന്മാർ ശ്രമിച്ചതിന്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. ആകട്ടെ, ദൈവം നമ്മളെ അനുഭവിക്കുന്ന പക്ഷം നമ്മളിതിന്റെ ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.